ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. നല്ലൊരു ഈവനിങ് ആണ്. അപ്പോൾ മഴ ഉണ്ടെങ്കിൽ പിന്നെ സ്കൂളിലെ കാര്യം പറയണ്ട. അപ്പോൾ സ്കൂളില്ല എന്ന് പറയുമ്പോൾ മക്കളെക്കാൾ ഇൻട്രസ്റ്റ് നമ്മൾ അമ്മമാർക്കായിരിക്കും അല്ലേ. രാവിലെ എണീക്കണ്ടല്ലോ മക്കൾക്ക് സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോഹി നല്ല പെയിൻറ്റിങ്ങിലാണ്. ഇത് അവളുടെ ഷാലുക്ക യുഎന്ന് കൊണ്ടുവന്നാണ്. ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ക്യാൻഡിയാ മിഠായിയാണ്. ആപ്പിൾ അങ്ങനെ സ്റ്റൈലിഷ് ആപ്പിളാണ്. പാമ്പ് ഏതാണ്? കുറച്ച് തടിയുള്ള പാമ്പാണത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോണത്? ഇതെന്താ? റെയിൻബോ ഐസ്ക്രീമാണ്. ആ കളർ ഇത് തീർക്കുമാവോ? ആ വാട്ടർ കളറിന് എത്ര? ആ ഗ്രീന് പോയിട്ട് ഓറഞ്ച് പോയിട്ട് റോഹി, ഗ്രീൻ ഓറഞ്ച് പോയി. അവിടെ ക്ലീൻ ആക്കിക്കളെ. പോയിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ റോഹിക്ക് നാളെ സ്കൂളുണ്ടാവോ? ഇല്ല. അപ്പം നിങ്ങളാ കളർ കൊടുക്കുന്നത്? അങ്ങനെ മിക്സ് ആക്കരുതിട്ടാ റോഹി. മിക്സ് ചെയ്യരുത് കേട്ടോ. ഷാലുഖ് എന്ന് പറഞ്ഞത് ഇക്കാൻ്റെ സിസ്റ്ററുടെ മോനാണ്, ഷാലിജ്. നമ്മൾ യു എന്നുള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആളിപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. നാത്തൂൻ്റെ മോളുടെ കല്യാണം കൂടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇപ്പം നല്ല മഴയാണെന്ന് പറഞ്ഞില്ലേ. ഈ മഴയത്തേതാ ഈ ഒരു റൂമിൽ നിന്ന് നോക്കാൻ നല്ല വ്യൂ ആട്ടോ. ഞാൻ അധികം വീഡിയോസിലൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല ഈ റൂം. ഇത് ഉമ്മാൻ്റെ റൂമാണ് കേട്ടോ. അപ്പോൾ ഉമ്മ അവിടെ കുറേ നേരം ഇരുന്ന് ഓതി, പിന്നെ കിടന്ന് ഖുറാൻ ഓതുന്നത് കേൾക്കുവാണ്. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സമയം വരെയൊന്നും നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷെ നാളെ സ്കൂളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു നെക്സ്റ്റ് ഡേ എന്താ. ഭയങ്കര ഒരു മടിയായിരുന്നു എനിക്ക്, മക്കളെക്കാളും മടിയായിരുന്നു എനിക്ക്. അപ്പോഴാണ് റോസും ഇങ്ങനെ ഭയങ്കര സന്തോഷിച്ചിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പം അവിടെ നോട്ടീസ് വന്നിട്ടുണ്ട് സ്കൂളത്തെ വാട്സപ്പിൽ. സ്കൂളില്ല? അയ്യോ എന്തൊരു സന്തോഷം. നാളെ സ്കൂളില്ലാത്തൊരു സന്തോഷമാണ്. മഴ ഉണ്ടല്ലേ, നല്ല മഴ. മഴ ഇപ്പം ഇഷ്ടമായിട്ടുണ്ടാവില്ലേ? അതിനിടയ്ക്ക് ഇക്കാക്ക് ഈവനിങ്ങിന് ദോശയും എയർ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനുമാണ് ഡിന്നർ കൊടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത്. റോഹി മലയാളം അക്ഷരങ്ങൾ എഴുതുന്നത് കേട്ടോ. ഞാനങ്ങനെ വല്ലാണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല അടിപൊളിയായിട്ട് എഴുതുന്നുണ്ട് ആൾ, മാഷാ അല്ലാ. അവൾക്കിപ്പോൾ ഇഷ്ടമാണ് എഴുതാനും വായിക്കാനും പഠിക്കാനും. പക്ഷെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ മഴ ഉണ്ടാകുമ്പോൾ ഭയങ്കര മടിയാണെന്നുള്ളൂ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം പണ്ടത്തെ പോലത്തെ ആ മടിയൊന്നുമില്ല. സ്കൂൾ ബസ്സിൽ തന്നെ പോകലും വരലൊക്കെ. പിന്നെ പപ്പ ഇങ്ങനെ ഇവിടെ കിടക്കുമ്പോൾ അവൾക്ക് പോകാനൊരു മടിയുണ്ട്. പപ്പക്ക് വയ്യാത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പപ്പാൻ്റെ കൂടെ കിടക്കും. അങ്ങനെയൊക്കെ ഒരു മടിയുണ്ട്. അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള മടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഇത് ഫ്രൈ ആയിട്ടുള്ള ചിക്കനല്ല കേട്ടോ, എയർ ഫ്രൈഡ് ആണ്. നല്ല ടേസ്റ്റാണ്. എന്നാൽ ഇക്കാക്ക് ഇങ്ങനെ പണ്ടത്തെ കീമോ ആണല്ലോ, നല്ല സ്ട്രോങ് കീമോ. അപ്പോൾ അതുകൊണ്ട് ഈ വൊമിറ്റിംഗ് ടെൻഡൻസി, ക്ഷീണം അതൊക്കെ നല്ലോണം ഉണ്ട്. ഇനിയിപ്പോൾ റോസുവിന് ട്യൂഷൻ്റെ സമയമാണ്. അപ്പോൾ റോസു ട്യൂഷൻ ഇരിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു. എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? മോളെങ്ങനെ ക്ലാസ്സിലൊക്കെ റോസു? നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ആൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ക്ലാസ്സസ് ഒക്കെ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് വീട്ടില്? കുഴപ്പമില്ല. വീട്ടിലങ്ങനെ പഠിക്കുന്നൊന്നും കാണാറില്ല. ഈ ട്യൂഷന്റെ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഈ ഒരു ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒക്കെ ചെയ്യലില്ലേ? വർക്ക്ഷീറ്റ്സ് ചെയ്യാറുണ്ട്. ഇവിടെ ഉണ്ട് ആള്. സ്കൂളിൽ എങ്ങനെയുണ്ട്? സ്കൂളിൽ നല്ല അഭിപ്രായം, നല്ല മാർക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ എക്സാംസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പം എക്സാംസിലൊക്കെ മാം എന്ത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടോ, റിവിഷൻസ് ഒക്കെ ഉണ്ടോ മാം? റിവിഷൻസ് നമുക്ക് കൊടുക്കാം കേട്ടോ. എക്സാമിനോട് അടുത്തൊരു 1 വീക്ക് മുന്നേ നമുക്ക് എന്താ റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ സബ്ജക്ട്സും റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനനുസരിച്ച് ചെറിയ ചെറിയ യൂണിറ്റ് ടെസ്റ്റുകളായിട്ട് ഇടാം. അങ്ങനെ ഓഗസ്റ്റ് എത്ര പെട്ടെന്ന് ആയതല്ലേ. ഓഗസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾക്കും പാരൻസിനും ഒക്കെ എക്സാമിന് ടെൻഷനായിരിക്കും അല്ലേ. മക്കളെക്കാളും കൂടുതൽ പാരൻസിനായിരിക്കും ആ ഒരു ടെൻഷൻ. പ്രത്യേകിച്ച് ജോലിയുള്ള പാരൻസിന്
അതുപോലെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത പാരൻസിന് അവർക്കൊക്കെ ഇതുപോലെ മക്കൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം ഞാനിങ്ങനെ റിലാക്സ് ചെയ്യുന്ന പോലെ ഞാൻ എൻ്റെ കാര്യത്തിനിടയ്ക്ക് ഇവരുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓൺലൈൻ ട്യൂഷൻ ആൽബർട്ട് എഡ്യൂക്കേറ്ററിൽ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര യൂസ്ഫുള്ളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവരുടെ കാര്യം മാം നോക്കിക്കോളും. ആ ഒരു സമയത്ത് മാത്രമാണ് ഞാൻ അവൾ പഠിക്കുന്നത് കാണും. അല്ലാത്ത സമയത്ത് ചെറുതായിട്ടൊക്കെ അങ്ങനെ നിർബന്ധിച്ചാൽ മാത്രമേ ചെയ്യുള്ളൂ. മറ്റേത് ഇപ്പം ട്യൂഷൻ ഇല്ലയെന്നാണെങ്കിൽ ഫുൾ ടൈം അവൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാവുമ്പോൾ പിന്നെ ആ ഒരു കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഒട്ടുമില്ല. സ്കൂളിലെ ടീച്ചേഴ്സ് പഠിപ്പിക്കാനായിട്ടല്ല കേട്ടോ, സ്കൂളിൽ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ വീട്ടിൽ വന്നിട്ട് മക്കളത് റിവൈസ് ചെയ്യണമല്ലോ, അതിന് അവരുടെ കൂടെ എപ്പോഴും ഒരു മെൻറ്റർ ഉണ്ടാകുമ്പോൾ, മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ ഡൗട്ട്സൊക്കെ ചോദിച്ചറിയാനും ഒന്നുകൂടെ ക്ലിയർ ആവാനും ഒക്കെ സഹായിക്കും. അപ്പം ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ ഒരു ഓൺലൈൻ ട്യൂഷൻ കേട്ടോ. എത്ര പഠിപ്പിക്കുന്ന സ്കൂളാണെങ്കിലും മക്കൾക്ക് ഒന്നുകൂടെ അത് റിവൈസ് ചെയ്യാനും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ ഒരാൾ കൂടെ ഉള്ളത് ഏറ്റവും ബെസ്റ്റാണ്. ഓക്കെ മാം, എന്നാൽ കണ്ടിന്യൂ ചെയ്തോളൂ മാം ക്ലാസ്. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓക്കെ മാം. പിന്നെ എപ്പോഴും ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് നല്ലത് തന്നെയാണോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, ഞാൻ ഗ്യാരണ്ടി. പിന്നെ പലർക്കും ഉള്ള സംശയമാണ് എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യാന്നുള്ളത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ്റെ കമൻറ്റിലും ഞാനൊരു ലിങ്ക് കൊടുക്കാം. അതിൽ കയറി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി വിവരങ്ങളൊക്കെ അവർ പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു മാസത്തേക്കെങ്കിലും ജോയിൻ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ മക്കൾക്ക് വരുന്ന ചേഞ്ചസും മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും, ഉറപ്പാണ്. ഓക്കെ, ബാക്കി കണ്ടിന്യൂ ചെയ്തോ മാമിൻ്റെത്. അപ്പോൾ റോസിൻ്റെ ക്ലാസ്സിൽ ഞാനിപ്പം ഇടയ്ക്ക് മാമിനോട് സംസാരിക്കുമായിരുന്നു, റോസിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീക്ക്ലി ഒക്കെ നമുക്ക് മാമിനോട് സംസാരിക്കാം. ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഞാനിടയ്ക്ക് നോക്കാറുണ്ട്, നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ ഉള്ള സമയത്തൊക്കെ നോക്കാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മക്കൾക്ക് പേഴ്സണൽ അറ്റൻഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൽബർട്ട് എഡ്യൂക്കേറ്റർ ബെസ്റ്റാണ്. എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ. പിന്നെ എക്സാം അടുപ്പിക്കുമ്പോൾ എങ്ങനെയായാലും മക്കളെ പുറകെ നടന്നിട്ട് നമ്മൾ പഠിക്കുന്നു പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പാരൻസിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ കാര്യം അവർ നോക്കിക്കോളും, അതായത് മക്കളുടെ കാര്യം അവർ നോക്കിക്കോളും. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റായിട്ടൊക്കെ കൊടുക്കാം. തീർച്ചയായിട്ടും ആവശ്യമുള്ളവർ ജോയിൻ ചെയ്തോളൂ കേട്ടോ, ധൈര്യമായിട്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഈ വ്ളോഗ് ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ഇതിന് മുമ്പ് കൊടുത്തത്, അത് ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് ഞങ്ങളിപ്പം അതിന് തൊട്ട് മുമ്പ് ഒരു 2 ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇക്കാക്ക് കീമോക്ക് എറണാകുളത്താണ് ഇപ്പം കീമോ ചെയ്യുന്നത്. അവിടേക്ക് പോകുമ്പം രാവിലെ പോകണം, അവിടെ 10 മണിയാകുമ്പോഴേക്കും എത്തണം. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകാനുണ്ട്, മക്കളെ എൻ്റെ വീട്ടിൽ ഏൽപ്പിക്കാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ റൂഹി ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ ഉമ്മ ഉണ്ടാവും ഇവിടെ, പക്ഷേ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ എൻ്റെ വീട്ടിലാകുമ്പോൾ കുട്ടികളുണ്ടാവുമല്ലോ കളിക്കാൻ, അപ്പോൾ അതുകൊണ്ട് അവിടെ ആക്കി കൊടുക്കാം, പോകുന്ന വഴി അവിടെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇക്കാക്ക് കുറച്ച് കഞ്ഞി ഉണ്ടാക്കുവാണ് രാവിലെ തന്നെ. ഒരു 5 മണിക്കൊക്കെ എണീറ്റ് ഇതൊക്കെ ചെയ്യണം. എന്നിട്ട് പിന്നെ നമുക്ക് 10 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിയാലേ തിരിച്ച് ഇങ്ങോട്ടേക്ക് രാത്രി ഒരു 10:30 11 മണിയാകുമ്പോഴത്തേനും ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവും. അപ്പോൾ ഇക്കാക്കാണെങ്കിൽ ഇപ്പോൾ എറണാകുളത്ത് ആയതുകൊണ്ട് തന്നെ വേഗം പോയിട്ട് വേഗം വരണം, അങ്ങനത്തെ ഒരു ചിന്തയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്, എന്താ പറയുക, എൻ്റെ ഇപ്പോഴത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളെ റോസ് ഹെർബൽസ് മാഷാഅല്ലാ നല്ല റെസ്പോൺസാണ്, ഒരുപാട് നല്ല ഫീഡ്ബാക്ക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പം എന്നെ അറിയാത്തവർക്കായിരിക്കാം എല്ലാവരും പറയുന്ന ഐഷയുടെ ഒരു ഭാഗ്യം, ഐഷ ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് തോന്നും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളത്. കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മളുടെ ബിസിനസ്സും കാര്യങ്ങളും ഇത്രയും ടെൻഷൻ്റെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ഞാനതിങ്ങനെ ആലോചിച്ചിരിക്കാൻ ഞാൻ ചെയ്യാറേ ഇല്ല. പക്ഷേ ആളുകൾ ഇത് കാണുമ്പോൾ വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര കൂളാണ്. അങ്ങനെ കൂളാവാൻ ഭയങ്കര സിമ്പിളൊന്നുമല്ല. നമ്മൾക്ക് ആ സിറ്റുവേഷൻ വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ശരിക്കും ഓരോ സമയവും ഒരു ടെൻഷൻ തന്നെയാണ്. പക്ഷേ നമ്മൾ ആ ടെൻഷൻ നോക്കി നിന്നിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ കൂളായിട്ട് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ എന്നിങ്ങനെ വിചാരിക്കുമ്പോൾ ആ ടെൻഷൻ നമ്മൾ അറിയാതെ മറന്നു പോകും, അല്ലെങ്കിൽ മറപ്പിക്കാൻ ശ്രമിക്കും അങ്ങനെ. അപ്പോൾ രാവിലെ ചായ ഇതൊക്കെ ഉണ്ടാക്കുകയാണ്. ചായക്ക് ഞാനിപ്പോൾ ഒന്ന് ദോശ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ആക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രെഡ് കൊടുക്കാം. പിന്നെ പോകുന്ന വഴിക്ക് ഈ നേരത്ത് ഒരു 6 മണി ആ സമയത്തൊന്നും നമുക്കത് വല്ലാണ്ട് കഴിക്കാനും പറ്റില്ലല്ലോ. പിക്കാക്ക് വോമിറ്റിംഗ് വരുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കണം, അപ്പോൾ അതിനെന്തെങ്കിലും ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ബ്രെഡാണ് കഴിക്കുന്നത്, ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ. ബ്രെഡാണ് കഴിച്ച്.
പിന്നെ കഞ്ഞി അവിടെ റെഡി ആവുന്നുണ്ട്. റൂഹി നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് ഇന്ന്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റും ചായ ഉണ്ടെന്ന് അവൾ കണ്ടിട്ടുണ്ട്. തലേന്ന് ഞാൻ വെച്ചത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റിൽ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം നമ്മൾ അറിയുന്നവരൊക്കെ പറയും എന്തിനാ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുന്ന വീഡിയോയിൽ, അത് വേണ്ട, അവർക്കും കേൾക്കുമ്പോൾ വിഷമമാണ്. പക്ഷേ എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഞാനൊരു ഇൻഫ്ലുവൻസറാണ്, എന്നെ കുറേ പേർക്ക് അറിയാം. ഇപ്പോൾ എറണാകുളത്ത് പോയപ്പോഴും അവിടെ നിന്ന് കുറേ ആൾക്കാർ കണ്ടു, വഴിയിൽ നിന്നൊക്കെ കാണും. അപ്പോൾ ഇക്കാനെ കാണുമ്പോഴൊക്കെ എന്ത് പറ്റി അങ്ങനെയൊക്കെ ചോദിക്കുമ്പം അവർക്കൊക്കെ ഭയങ്കര ഒരു ഇത്. അപ്പം ആ ക്ഷീണം കാണുമ്പം വേറെ വല്ലതും അവർ വിചാരിക്കൂലേ. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പണായിട്ട് പറയാതിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അല്ലാണ്ട് എനിക്ക് ഇത് കാണിച്ചിട്ട് മീൻസ് അങ്ങനെ റീച്ച് കൂട്ടാനോ അങ്ങനെയൊന്നും താല്പര്യമില്ല. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞല്ലാണ്ട് പറ്റാത്തൊരു സിറ്റുവേഷനുമാണ് കേട്ടോ. അപ്പം ഇക്കാക്ക് ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തേലും നമ്മൾ മരുന്നിൽ കുറച്ച് ഡിഫറൻസൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സ്കാനിങ്ങിൽ കുറച്ച് പ്രോബ്ലംസ് കണ്ടിരുന്നു. അപ്പം അത് നമുക്ക് വേഗം ക്ലിയർ ചെയ്യണം. അങ്ങനെയൊക്കെ ഞാനത് എനിക്ക് വിശദമായിട്ട് പറയാനും താല്പര്യമില്ല. അപ്പോൾ അത് ഇൻഷാ അല്ലാ അത് റെഡിയാവും. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ കുറച്ച് മാസങ്ങൾ നമുക്ക് എന്തായാലും നല്ലോണം ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. അങ്ങനെ തന്നെ ആവട്ടെ. നമുക്കൊരു എന്താ പറയുക, എനിക്കൊരു എന്താ പറയുക, എനിക്കെന്താ പറയണമെന്ന് അറിയില്ല. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. നിങ്ങളെല്ലാവരും കാണുന്നതും ചിരിച്ചുകൊണ്ടാണ്. പക്ഷേ അത് വെച്ചിട്ട് സങ്കടമില്ല, വിഷമമില്ല എന്നൊന്നും ഇല്ല കേട്ടോ. കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വിചാരിക്കുമ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞ് പ്രാക്ക് തട്ടിയതാണോ എന്ന്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര സന്തോഷം തരും, ഭയങ്കര ദുഃഖം തരും. അതിലാണ് മീൻസ് ഈ ഒരു സന്തോഷത്തിൽ എനിക്ക് ഒരുപാട് മീൻസ് ഈ ഒരു പ്രയാസങ്ങൾക്കിടയിലും എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ പടച്ചോൻ തരുന്നുണ്ട്. അത് ഞാൻ എപ്പോഴും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും കേട്ടോ. കാരണം ഇതിൽ ആണ് റോസ് ഹെർബൽസ് നമ്മൾ ലോഞ്ച് ചെയ്തത്. അൽഹംദുലില്ലാ അതിൻ്റെ റെസ്പോൺസും കാര്യങ്ങളും എനിക്ക് മാനേജ് ചെയ്യുന്നതിലും അപ്പുറം ആകുമ്പോൾ എന്താ പറയുക, ഞാൻ അതിൻ്റെ പുറകെ ഓടി നടക്കുന്നതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾ ഞാൻ മറന്നു പോവാണ്. ഇതിൽ വിഷമിക്കാൻ ഞാൻ മറന്നു പോവാണ്, സങ്കടപ്പെടാൻ മറന്നു പോകുന്നുണ്ട്. അത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ വിഷമം ഉള്ള സമയത്ത് നമുക്ക് സന്തോഷം വരാനുള്ള സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ വിഷമം അങ്ങനെ ആലോചിക്കാനുള്ള ചാൻസ് വരികയാണ്. അപ്പോൾ പടച്ചോൻ തന്നൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ എടുക്കുന്നത് റോസ് ഹെർബൽസ് ഇപ്പം ലോഞ്ച് ചെയ്തതൊക്കെ. ഇൻഷാ അല്ലാ ഇനിയും ഒരുപാട് സംരംഭങ്ങൾ എനിക്ക് തുടങ്ങാൻ പറ്റട്ടെ. അതിലും കുറേ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഒരുപാട് വേറെയും അനുഗ്രഹങ്ങൾ നമുക്ക് റബ്ബ് തരുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഈ ഒരു ഇതിലൂടെ എനിക്ക് നിങ്ങളോട് പറയണം. അതായത് ഒരു പ്രയാസങ്ങൾ തരുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു നല്ലത് പടച്ചോൻ തരും. അത് നമ്മൾ എന്താണെന്നുള്ളത് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇവിടെ വേറൊരു തമാശ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസിനൊന്ന് എക്സാമും ഉണ്ട്, ക്ലാസ്സും ഉണ്ട്. അപ്പോൾ റോസൊന്ന് പോകുന്നില്ല എന്ന് കുറേ പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ വാട്സപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ റോസിനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ വെച്ച് ഉമ്മാനും റോസിനെയും കൂടി ഇക്കാക്കൻ്റെ വീട്ടിലാക്കി. ഞങ്ങൾ പോയി കുറച്ചെണ്ണം കഴിഞ്ഞപ്പോഴാണ് ഇക്ക മെസ്സേജ് നോക്കുന്നത്. അതിൽ നേരത്തെ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ക്ലാസ്സില്ലാന്ന്. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം. റോസുവിനെ അവിടെ ആക്കില്ല. ഞങ്ങൾ തിരൂരെത്തി. അങ്ങനെ പിന്നെ എൻ്റെ ഇക്കാക്കനോട് വിളിക്കാൻ പറഞ്ഞോളൂ. ഇക്കാക്ക വിളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ വീട്ടിലോട്ടിട്ടാ. അങ്ങനെ ഇപ്പോൾ ഇതാ റൂഹിനെയും റീനും എൻ്റെ വീട്ടിലാക്കി. അപ്പം ഉപ്പയാണെങ്കിൽ ചായയും എന്താ പറയുക ദോശയും ചെമ്മീൻ പൊരിച്ചതും ഒക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വഴിയിൽ നിന്ന് ചായ കുടിക്കേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാം പാക്കാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാക്കയും പിമ്മയും എല്ലാവരും യാത്ര പറഞ്ഞിട്ട് നമ്മൾ എറണാകുളത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് എൻ്റെ അമ്മാവൻ്റെ മോനെയും കൂടി എടുക്കാനുണ്ട്. അവനാണ് നമ്മളിന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ. എല്ലാവരും ഓരോ ദിവസം മീൻസ് എല്ലാ സമയത്തും ഒരാളെ കൊണ്ടുവന്നേക്കാളും നമ്മൾ പല പല ആൾക്കാരെയും കൂടി പോകുന്നതാണ് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കരുതല്ലോ. അപ്പം ഇത് ഷാലിജ് എൻ്റെ അമ്മാവൻ്റെ മോൻ കേട്ടോ. അപ്പം ഇപ്പം നല്ല മഴ എന്ന് പറഞ്ഞാൽ പിടുത്തം വിട്ട മഴയാണ്. അപ്പോൾ കുറച്ച് നേരം ഇക്കന്നെ ഡ്രൈവ് ചെയ്തു, പിന്നെ ഷാലിജ് ഡ്രൈവ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ എറണാകുളത്ത് പോകും. പിന്നെ എനിക്ക് പോകുന്ന വഴിക്ക് ഭയങ്കര ഉറക്കം വരില്ല. അപ്പം ഞാൻ തലേണൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ തലേണൊക്കെ കുറച്ച് നേരം കിടന്നു. പിന്നെ അത് ആ ചെമ്മീൻ ഫ്രൈ ചെയ്ത് കാണുമ്പോൾ ഭയങ്കര കൊതി വരുന്ന ഇതാണ്, ടേസ്റ്റാണ്. പക്ഷേ എങ്കിൽ നമ്മളിപ്പം ഹോസ്പിറ്റലിൽ പോലെ വല്ലാണ്ട് കഴിക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ. നല്ല അടിപൊളി ദോശയും. അങ്ങനെ പിന്നെ കുറച്ചൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് കഴിച്ചു. പിന്നെ ബാക്കി അവിടെ വെച്ചു. പക്ഷേ ചെമ്മീൻ കേടുവന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ തിരിച്ച് വരുമ്പോഴും കഴിച്ചിരുന്നു ഞാനത്. അങ്ങനെ എന്താ ഹോസ്പിറ്റലിലെത്തി. എറണാകുളം മെഡിക്കൽ സെൻറ്ററിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ.
ഹോസ്പിറ്റൽ അങ്ങനെ ഭയങ്കര സെറ്റപ്പുള്ള ഹോസ്പിറ്റലൊന്നുമല്ല, പക്ഷെ ഭയങ്കര വൃത്തിയാണ്. അവിടുത്തെ മാനേജ്മെൻറ്റും ഭയങ്കര അടിപൊളിയാണ്. അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നുന്നു ഈ ഒരു ഹോസ്പിറ്റൽ കാണുമ്പോഴേട്ടോ. എല്ലാ സ്റ്റാഫുകളും ഭയങ്കര അടിപൊളി. നമ്മൾ അജു മാത്യു ഡോക്ടറെയാണ് കാണാൻ പോകുന്നത്. അപ്പം ഡോക്ടറെ മുമ്പും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. ഡോക്ടറാണ് ഇപ്പം ഇവിടെ കീമോ മെഡിസിനൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇവിടെ ഞങ്ങളോട് മാത്രമല്ല കേട്ടോ, എല്ലാ പേഷ്യൻസിനും ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. എല്ലാവർക്കും ഒരു മനസ്സമാധാനമാണ് ഇവിടെ വരുമ്പോൾ. അപ്പം ഇവിടെ അധികം പേഷ്യൻസിനെ ഡോക്ടർ എടുക്കുന്നുമില്ല. ഡോക്ടർക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, കാരണം എല്ലാ പേഷ്യൻസിനും നല്ല കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്ന കഞ്ഞി ഇതാ ഇപ്പം കുടിക്കുകയാണ്. അപ്പോൾ കഞ്ഞി കുടിക്കുന്നതിനിടയിൽ സിസ്റ്റർ വന്നപ്പോൾ അപ്പോൾ കഞ്ഞി കുടിക്കുന്നത് നിർത്തി. അപ്പോൾ കഞ്ഞി കുടിച്ചില്ലാണ്ട് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് കഞ്ഞി കുടിപ്പിച്ചു, അങ്ങനെയൊക്കെ. പിന്നെ നല്ല ടയേർഡാണ് അതെന്ന് വെച്ചാൽ ഈ ഒരു മെഡിസിൻ നന്നായിട്ട് എഫക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടയേർഡ് ആവണം, എന്നാലേ നമുക്ക് എഫക്റ്റീവാണെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ. പിന്നെന്താ, എല്ലാവരും ഭയങ്കര സിസ്റ്റേഴ്സൊക്കെ ഭയങ്കര കെയർഫുള്ളാണ്. അതായത് നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ച് നമുക്ക് വയ്യായ്ക ഉണ്ടോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നിൽക്കും. പിന്നെ ഇക്കാൻ്റെ കേസിലാണെങ്കിൽ ഇക്കാക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വേഗം മരുന്നൊക്കെ ആക്കി വേഗം തിരിച്ച് വീട്ടിലേക്ക് എത്തണം, അങ്ങനത്തെ ഒരു വെപ്രാളാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് വന്നത്, ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അങ്ങനെയൊന്നും ഒരു ഇതില്ല. ഇവിടുത്തെ വേഗം പണി കഴിഞ്ഞ് വേഗം പോകണം, അങ്ങനെയാണ്. അത് കാരണം പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണല്ലോ പോകുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുത്തതൊക്കെ കഴിഞ്ഞു. രാവിലെ തൊട്ട് വൈകുന്നേരം വരുന്നുണ്ട്. വൈകുന്നേരം 5 മണിക്കെങ്ങാനും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്നത് കേട്ടോ. അതുവരേക്കും അവിടെ തന്നെ ഉണ്ട്. 10:30 ആ സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അത്ര സിമ്പിളായിട്ടൊന്നുമല്ല വീട്ടിലെത്തിയത്, ഒരുപാട് ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലല്ല, എൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.